2024-25 അക്കാഡമിക് ഇയറിലെ 5ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ. ഒന്നാമത്തെ ചോദ്യം, നഖറഉൽ ഹിക്കായത്ത, ഈ കഥ നമുക്ക് വായിക്കാം. താഴെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. വനുജീബു അനിൽ അസ്ഇലത്തി താലിയ, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ആദ്യം വായിച്ചു നോക്കാം. മസാ അൻ, ഒരു വൈകുന്നേരം. ഖറജ ജാബിറുൻ മഅൽ അസ്തിഖാഇ ഇല സൂഖി, ജാബിർ കൂട്ടുകാരോടൊപ്പം അങ്ങാടിയിലേക്ക് പോയി. നമ്മുടെ പാഠഭാഗത്തുള്ള പാരഗ്രാഫ് തന്നെയാണ്. വക്കാന ശാരിയു മുസ്ദഹിമൻ, റോഡ് തിരക്ക് പിടിച്ചതായിരുന്നു. ഫജ്അത്തൻ, പെട്ടെന്ന്. വസലത്ത് ഹുനാക സയ്യാറത്തുൽ ഇസ്ആഫി, അവിടെ ഒരു ആംബുലൻസ് വന്നു. ഫീഹ മരീലുൻ, അതിലൊരു രോഗിയുണ്ട്. യഷ്കൂമിൻ അലമിൻ ഷദീദിൻ, കഠിനമായ വേദനയാൽ വേവലാതിപ്പെടുന്ന, കരയുന്ന ഒരു രോഗി അതിലുണ്ട്. വസാഇഖു ലാ യസാലു യുസവ്വിതു, ഡ്രൈവർ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ബൂക്കൽ ഇസ്ആഫി, ആംബുലൻസിന്റെ സൈറൺ. ഡ്രൈവർ ആംബുലൻസിന്റെ സൈറൺ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സമയ ജാബിറുൻ അൽ ബൂക്ക, ജാബിർ ആ ബൂക്ക്, ആ സൈറൺ കേട്ടു. ദഹബ മുസ്രിഅൻ മഅ അസ്തിഖാഇഹി, അവൻ ഉടനെ തന്റെ കൂട്ടുകാരോടൊപ്പം പോയി. മുസ്രിഅൻ എന്ന് പറഞ്ഞാൽ വേഗം. സഹബ മുസ്രിഅൻ, വേഗം പോയി. മാസ്തിഖാഹി, തന്റെ കൂട്ടുകാരോടൊപ്പം. നഹവ സയ്യാറത്തി, ആംബുലൻസിന് നേരെ. വഹയ്യഉ അത്വരീഖ, എന്നിട്ട് അവരെ വഴിയൊരുക്കി. ബഅദ ബുർഹത്തിൻ, അല്പസമയത്തിന് ശേഷം. വസലത്തി സയ്യാറത്തു ഇലൽ മുസ്തശ്ഫ, ആംബുലൻസ് ഹോസ്പിറ്റലിൽ എത്തി. ഉദ്ഖലൽ മരീലു, രോഗി പ്രവേശിപ്പിക്കപ്പെട്ടു. ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിക്ക, ICUവിൽ. ഇനി ചോദ്യങ്ങൾ. ഒന്നാമത്തത്, ഇല ഐന ഖറജ ജാബിറുൻ മഅൽ അസ്തിഖാഇ, ജാബിർ കൂട്ടുകാരോടൊപ്പം എങ്ങോട്ടാണ് പുറപ്പെട്ടത്? ഓപ്ഷൻസ്: ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ബാ ഇല ഷാരി, റോഡിലേക്ക്. ജീമ ഇല സൂഖി, മാർക്കറ്റിലേക്ക്. ഇല സൂഖിയാണ് ശരി. മൻ ഹയ്യ അത്വരീഖ, ആരാണ് വഴിയൊരുക്കിയത്? ഒന്നാമത്തത് ജാബിറും വ അസ്തിഖാഉഹു, ജാബിറും കൂട്ടുകാരും, അതാണ് ശരിയല്ലേ. രണ്ടാമത്തത് ഷുർത്തിയുൽ മുറൂർ, ട്രാഫിക് പോലീസ്. മൂന്നാമത്തത് അൽ മരീൽ, രോഗി. അവ തെറ്റാണ്. 3, കാന ഡാഷ് മുസ്ദഹിമൻ, എന്തോ ഒന്ന് മുസ്ദഹിമായിരുന്നു, തിരക്ക് പിടിച്ചതായിരുന്നു. റോഡാണല്ലേ. അപ്പം താഴെയുള്ള 3 ഓപ്ഷനും റോഡ് എന്നാണ്. പക്ഷെ ഒന്നാമത്തെ ഓപ്ഷനിലുള്ളത് അശാരി എന്നാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അശാരിയോ, മൂന്നാമത്തത് ഷാരിയാൻ. ഏതായിരിക്കും ശരി? അശാരിഓ എന്നതാണ് ശരി. കാരണം എന്താ? അശാരിയോ എന്നത് കാനയുടെ ഇസ്മാണ്. കാനയുടെ ഇസ്മിന് ഏറാബ് റഫ് ആണ്. ഏറാബ് റഫായാൽ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ നൽകണം. അതുകൊണ്ട് കാന ശാരിയോ എന്നാണ് പറയേണ്ടത്. മുസ്ദഹിമൻ എന്നതോ, അത് കാനയുടെ ഖബറാണ്. കാനയുടെ ഖബറിന്റെ ഏറാബ് നസ്ബാണ്. ഏറാബ് നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ മീമിനെ ഫത്ഹ് നൽകിയിരിക്കുന്നു. ഓക്കെ. ഇനി 4ാമത്തെ ചോദ്യം, മാതാ സമിയ ജാബിറുൻ, ജാബിർ എന്താണ് കേട്ടത്? ഓപ്ഷൻസ്: അന്നിദ, വിളി. ബ അസ്വറാഹ, നിലവിളി. ജിമ് അൽ ബൂക്ക, സൈറൺ. അൽ ബൂക്ക്, അതാണ് ശരി അല്ലേ. സൈറണാണ് കേട്ടത്. 5ാമത്തത്, ഇഖ്തർ മിനൻ നസ്സി ജംഅ സ്വദീഖ്, ഈ നസ്സിൽ നിന്ന്, ഇതാണ് നസ്, ഈ നസ്സിൽ നിന്നും സ്വദീഖിന്റെ ജംഅ കണ്ടെത്തണം. സ്വദീഖ് മീൻസ് കൂട്ടുകാരൻ. അതിന്റെ ജംഅ അസ്തിഖാ എന്നാണ് അല്ലെ. അസ്തിഖാ എന്ന് എഴുതുക, കൂട്ടുകാർ. ഇനി നുക്മിലുൽ ഹിവാറ, 2ാമത്തെ ചോദ്യം. സംഭാഷണം പൂരിപ്പിക്കണം. മേലെ ഒരു പാരഗ്രാഫ്, ചെറിയൊരു ഒറ്റ വരിയിലുള്ള ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് വേണം പൂരിപ്പിക്കാൻ. വായിച്ചു നോക്കൂ. റജഅ ജാബിറുൻ ഇലാ മൻസിലിഹി മുതാഖിറൻ, ജാബിർ വൈകിയിട്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി. റജഅ ജാബിറുൻ, ജാബിർ മടങ്ങി. ഇലാ മൻസിലിഹി, അവന്റെ വീട്ടിലേക്ക്. മുതഅഖിറൻ, ലേറ്റായി, വൈകിട്ട്. ഫദാറ ബൈനഹു വ ബൈനൽ ഉമ്മി ഹിവാറുൻ, അങ്ങനെ അവനും അവന്റെ ഉമ്മാക്കുമിടയിൽ ഒരു സംഭാഷണം നടന്നു. നുഇദ്ദുൽ ഹിവാറ, ആ സംഭാഷണം നമുക്ക് തയ്യാറാക്കാം. കുറെ വാചകങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അവ പൂരിപ്പിക്കണം. പൂരിപ്പിക്കാനുള്ളവ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണവ? 1, ലിമത്ത അഖർത്ത, നീ എന്തുകൊണ്ടാണ് വൈകിയത്? 2, മാതാ ഫഅൽത, നീ എന്താണ് ചെയ്തത്? 3, ഐന കുൻത യാ ബുനയ്യ, നീ എവിടെയായിരുന്നു മോനെ? ഐന കുൻത, നീ എവിടെയായിരുന്നു? യാ ബുനയ്യ, എൻ്റെ മോനെ. അപ്പോൾ സംഭാഷണം നോക്കാം. ആദ്യം ജാബിർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. അപ്പോൾ അൽ ഉമ്മ എന്ത് പറയണം? വ അലൈക്കും അസ്സലാം എന്ന് പറയണം. അതിവിടെ ഇല്ല, അത് നമ്മൾ സ്വന്തം എഴുതണം. അതിനുശേഷം കോമ ഇട്ടിട്ട് വേറെന്തോ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അതെന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാകാൻ
ജാബിർ അതിനെന്താണ് മറുപടി പറയുന്നത് എന്ന് നോക്കിയാൽ മതി. അത് ചോദ്യമാണെന്ന് എങ്ങനെ മനസ്സിലായി? അവസാനം ഒരു ചോദ്യചിഹ്നം കാണാം അല്ലെ. അപ്പൊ ജാബിർ അതിന് മറുപടി പറയുന്നത് കുൻതു ഫി സൂഖ് എന്നാണ്. അതായത് ഞാൻ അങ്ങാടിയിലായിരുന്നു. കുൻതു ഞാൻ ആയിരുന്നു, ഫി സൂഖി അങ്ങാടിയിൽ. അപ്പോൾ എന്തായിരിക്കും ഉമ്മ ചോദിച്ചിട്ടുണ്ടാവുക? ലിമത്ത് അഖർത്തയാണോ? അല്ല. നീ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് ഞാൻ അങ്ങാടിയിലായിരുന്നു എന്ന ഉത്തരം പോരാ. മാതാ ഫാൽത്ത നീ എന്ത് ചെയ്തു? അതുമല്ല. അയിന കുൻത യാ ബുനയ്യ നീ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് കുൻതു ഫി സൂഖി ഞാൻ അങ്ങാടിയിലായിരുന്നു എന്ന് ഉത്തരം പറയാം. അപ്പൊ അതവിടെ എഴുതുക. ഉമ്മ വീണ്ടും ചോദിക്കുന്നു. അതിന്റെ ഉത്തരം ജാബിർ പറയുന്നത് റഅയ്തു മരീലൻ യഷ്കൂ മിൻ അലമിൻ ശദീദിൻ കഠിനമായ വേദനയാൽ കരയുന്ന ഒരു രോഗിയെ ഞാൻ കണ്ടു എന്നാണ്. അതിന്റെ ചോദ്യം ഇവിടെയുള്ളതിൽ നിന്നും ലിമത്ത അഖർത്ത മാതാ ഫാൽത്ത, ആ കൂട്ടത്തിൽ ലിമത്ത അഖർത്തയാണ് കൂടുതൽ യോജിക്കുന്നത്. അതുകൊണ്ട് ലിമത്ത അഖർത്ത അവിടെ എഴുതുക. നീ എന്തുകൊണ്ടാണ് വൈകിയത്? ജാബിർ ഉത്തരം പറയുന്നു, ഞാൻ വഴിയിലൊരു ആംബുലൻസിൽ രോഗിയെ കണ്ടു, കരയുന്ന രോഗിയെ കണ്ടു. അപ്പോൾ ഉമ്മ എന്തോ ചോദിക്കുന്നു. ജാബിർ എന്താ ഉത്തരം പറയുന്നത്? ഹയ്യന ത്വരിയക്കലി സയ്യാറത്തിൽ ഇസാഫ് ഞങ്ങൾ ആംബുലൻസിന് വേണ്ടി വഴിയൊരുക്കി എന്ന് പറയുന്നു അല്ലെ. അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവുക മാതാ ഫാൽത്ത നീ എന്ത് ചെയ്തു എന്നാണ്. മാതാ ഫാൽത്ത നീ എന്ത് ചെയ്തു? ഞങ്ങൾ ആംബുലൻസിന് വഴിയൊരുക്കി. അപ്പൊ ഉമ്മ ചോദിക്കുന്നു ഹൽ ഹുനാക ഷുർത്തിയുൽ മുറൂർ അവിടെ ട്രാഫിക് പോലീസ് ഉണ്ടോ? ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ലാ യാ ഉമ്മി എന്ന് പറയാം. ഇല്ല ഉമ്മ, അവിടെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നില്ല. ആ ഉത്തരം ഇവിടെ ഇല്ല, അതും നമ്മൾ സ്വന്തം എഴുതണം. ലാ എന്ന് മാത്രം എഴുതിയാലും മതി. അഹസൻ തയാ ബുനയ്യ വെൽ ഡൺ മൈ ബോയ് നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നുക്മിലുൽ ജുമല ഈ സെന്റൻസുകൾ ജുംലകൾ പൂരിപ്പിക്കണം ബിവളഇ സിയഗത്തിൻ സഹീഹത്തിൻ ലിൽ അഫ്ആലി മിനൽ ഖൗസൈനി അതിന്റെ നേരെയുള്ള കൗസൈനി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ നിന്നും ബ്രാക്കറ്റിലുള്ള ഫിഅലുകളുടെ ശരിയായ രൂപം വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. അൽ മിസാൽ ഉദാഹരണം അന അഗ്സിലുൽ യദ ഞാൻ കൈ കഴുകുന്നു. അവിടെ അഗ്സിലു എന്ന ഭാഗത്ത് അഗ്സിലു എന്നാണ് അവിടെ വെച്ചത് അല്ലേ. ബ്രാക്കറ്റിലുള്ളത് യഗ്സിലു എന്നാണ്. യഗ്സിലു എന്നാൽ അവൻ കഴുകുന്നു എന്നാണ്. നമ്മളിവിടെ അനയാണുള്ളത്. അനയായതുകൊണ്ട് അന യഗ്സിലു എന്ന് പറയാൻ പറ്റില്ല. എന്താണ് പറയുക? അന അഗ്സിലു എന്നാണ് പറയുക, ഞാൻ കഴുകുന്നു എന്നതിന്. അപ്പോൾ യഗ്സിലു എന്നത് മാറ്റിയിട്ട് അഗ്സിലു എന്നാക്കി. അതേപോലെ താഴെയുള്ള സെന്റൻസുകളിലൊക്കെ ബ്രാക്കറ്റിലുള്ള ഫിഅലിനെ ശരിയായ രൂപം വെക്കണം. ഒന്നാമത്തത് നഹ്നു ഡാഷ് അൽമാ ഞങ്ങൾ വെള്ളം കുടിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം ബ്രാക്കറ്റിൽ യശ്റബു എന്നാണ് ഉള്ളത്. യശ്റബു എന്ന് പറഞ്ഞാൽ കുടിക്കുന്നു. ആര് കുടിക്കുന്നു? അവൻ കുടിക്കുന്നു. അത് എന്താക്കി മാറ്റണം? ഞങ്ങൾ കുടിക്കുന്നു എന്നാക്കണം. ഞങ്ങൾ കുടിക്കുന്നു എന്ന് പറയാൻ യാ മാറ്റിയിട്ട് ന എന്ന് വെക്കണം. അപ്പോൾ നഹ്നു നശ്റബുൽ മാ ഞങ്ങൾ വെള്ളം കുടിക്കുന്നു. 2 അന ഡാഷ് മഅസുമലായി ഞാൻ കൂട്ടുകാരോടൊപ്പം. മഅസുമലായി മീൻസ് കൂട്ടുകാരോടൊപ്പം. ദഹബ പോയി എന്നാണുള്ളത്. അവിടെ എന്താക്കണം? ഞാൻ പോകുന്നു എന്നാക്കാൻ വേണ്ടി അന അദ്ഹബു. ഇനി അല്ലെങ്കിൽ ദഹബ എന്നാണുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ പോയി എന്ന് ആക്കിയാൽ മതി. ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ്. യദ്ഹബു അവൻ പോകുന്നു. അപ്പോൾ അവൻ പോയി എന്നതിന് പകരം ഞാൻ പോയി എന്നാക്കണം. ഞാൻ പോയി എന്നാക്കാൻ എന്താണ് വെക്കേണ്ടത്? ദഹബ്തു. അദ്ഹബു എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു എന്നാണ്. ദഹബ്തു ഞാൻ പോയി. അന ദഹബ്തു ഞാൻ പോയി. മഅസുമലായി കൂട്ടുകാരോടൊപ്പം. ഇനി ഞാൻ പോകുന്നു എന്നാണ് വെക്കേണ്ടത് എങ്കിൽ അന അദ്ഹബു മഅസുമലായി ഞാൻ കൂട്ടുകാരോടൊപ്പം പോകുന്നു. 2 വെച്ചാലും കുഴപ്പമില്ല. അന ഡാഷ് അത്തനാവലുൽ അന ഡാഷ് അൽ ഫത്തൂറ ബ്രാക്കറ്റിൽ യത്തനാവലു എന്നാണ് ഉള്ളത്. യത്തനാവലു എന്നാൽ അവൻ കഴിക്കുന്നു എന്നാണ്. അനയായതുകൊണ്ട് ഞാൻ കഴിക്കുന്നു എന്നാക്കണം. ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ. അന അത്തനാവലുൽ ഫത്തൂറ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അന അത്തനാവലു ഞാൻ കഴിക്കുന്നു അൽ ഫത്തൂർ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തത് നഹ്നു ആണ്. ബ്രാക്കറ്റിൽ ജലസയാണുള്ളത്. ഇരുന്നു. അവൻ ഇരുന്നു എന്നാണ്. അത് ഞങ്ങൾ ഇരുന്നു എന്നാക്കണം. ഞങ്ങൾ ഇരുന്നു എന്നാക്കാൻ ജലസ്ന എന്നാണ് പറയേണ്ടത്. നഹ്നു ജലസ്ന അലൽ മഖദി ഞങ്ങൾ ബെഞ്ചിന്റെ മേൽ ഇരുന്നു. ഇനി നജ്ലിസു ആണെങ്കിൽ നഹ്നു നജ്ലിസു അലൽ മഖദി ഞങ്ങൾ ബെഞ്ചിന്റെ മേൽ ഇരിക്കുന്നു. ബ്രാക്കറ്റിൽ യജ്ലിസു ആണുള്ളത് എങ്കിൽ നജ്ലിസു എന്ന് വെക്കാം. ബ്രാക്കറ്റിൽ ജലസയാണുള്ളത് എങ്കിൽ ജലസ്ന എന്ന് വെക്കാം. അപ്പോൾ മുലാരിയാണ് ബ്രാക്കറ്റിൽ ഉള്ളത് എങ്കിൽ നമ്മൾ മുലാരിയാക്കിയാൽ മതി.
മാലിയാണുള്ളത് എങ്കിൽ മാലിയാക്കാം. അടുത്തത് നെഹനു ഡാഷ് ഇമ്രഅത്തൻ ഫക്കീറത്തൻ, ഞങ്ങളൊരു പാവപ്പെട്ട സ്ത്രീയെ റഅ ബ്രാക്കറ്റ് കണ്ടു എന്നാണുള്ളത് അല്ലെ. അപ്പോ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ കണ്ടു എന്നതിന് റഅയ്ന, നഹനു റഅയ്ന ഞങ്ങൾ കണ്ടു, ഇമ്രഅത്തൻ ഫക്കീറത്തൻ പാവപ്പെട്ടൊരു സ്ത്രീയെ, നറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നു എന്നാണ്. ഇനി നുക്മിലുൽ ഫിഖറത ബി കിതാബത്തിൽ കലിമാത്തിൽ മുവാഫിഖത്തിൽ സുവരി, താഴെ കുറെ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളുടെ വാക്കുകൾ ആ ചിത്രങ്ങളുടെ സ്ഥാനത്ത് എഴുതണം. യൗമൻ ഒരു ദിവസം, ഖറജ ജാബിറുൻ ജാബിർ പുറപ്പെട്ടു, ഇലാ ഡാഷ് ആ ചിത്രത്തിലുള്ളത് ഒരു അങ്ങാടിയാണ്, അതുകൊണ്ട് അങ്ങാടിയുടെ വാക്ക് അവിടെ എഴുതുക. ഇല സൂഖി അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. വലമ്മ വസല അവൻ എത്തിയപ്പോൾ, ലമ്മ വസല എന്ന് പറഞ്ഞാൽ എന്താ? എത്തിയപ്പോൾ. വസല എത്തി, ലമ്മ വസല എത്തിയപ്പോൾ, ഇല ഡാഷ് ഇല അത് ജംഗ്ഷൻ ആണ് അല്ലെ, ജംഗ്ഷന് മഫ്രഖ് എന്നാണ് പറയുക. വലമ്മ വസല ഇലൽ മഫ്രഖി അവൻ ജംഗ്ഷനിൽ എത്തിയപ്പോൾ, ലമ അൽ അഹ്മറു ചുവന്ന ലൈറ്റ് മിന്നി. ലമ അൽ അഹ്മറു ഫി ഇഷാറത്തിൽ മുറൂരി, ലമ മീൻസ് തെളിഞ്ഞു, തിളങ്ങി, മിന്നി. ലമ അൽ അഹ്മറു ചുവന്ന ലൈറ്റ് തെളിഞ്ഞു, എവിടെ? ഫി ഇഷാറത്തിൽ മുറൂരി ട്രാഫിക് സിഗ്നലിൽ, ട്രാഫിക് സിഗ്നലിന് ഇഷാറത്തുൽ മുറൂർ. വബാദ ബുർഹത്തിന് അല്പസമയത്തിന് ശേഷം, അല്ലാ അലോനുൻ അഹ്ലർ ചുവന്ന നിറം തെളിഞ്ഞു, ഫിൽ ഇഷാറത്തി ഇഷാറത്തിൽ ട്രാഫിക് സിഗ്നലിൽ. വസാറ ഇലൽ അമാമി അവൻ മുമ്പോട്ടേക്ക് പോയി. വക്കാനൽ മുഷാത്തു യഅബുറൂന കാൽനടയാത്രക്കാർ, മുഷാത്ത് കാൽനടയാത്രക്കാർ, കാന യഅബുറൂന മുറിച്ചു കടക്കുന്നുണ്ടായിരുന്നു, ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ? അലാ മഅബരിൽ മുഷാത്തി സീബ്ര ലൈനിൽ, സീബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ മാബറുൽ മുഷാത്ത് എന്ന് എഴുതുക, സീബ്ര ലൈൻ മാബറുൽ മുഷാത്ത്. വസല ഇല സൂഖി അവൻ മാർക്കറ്റിലെത്തി. ഔഖഫ സയ്യാറത്തുഹു അവൻ അവന്റെ കാറ് നിർത്തി. ഫി അൽ മൗഖിഫി ഫിൽ മൗഖിഫി പാർക്കിങ്ങിൽ, മൗഖിഫ് പാർക്കിംഗ്. വ മശ ഇല മഹലിൽ അക്മിഷ എന്നിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് നടന്നു. ഇനി നുൻഷി ഉൽ ജുമല നമുക്ക് ജുംല വാക്യങ്ങൾ ഉണ്ടാക്കണം. കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളത് പോലെ. മുസ്തഖ്ദിമൻ അൽ ഫിഅല അല്ലെങ്കിൽ അൽ ഫായില, ഫായിലോ അല്ലെങ്കിൽ ഫെയിലോ ഉപയോഗിച്ചുകൊണ്ട് ജുംല ഉണ്ടാക്കണം, അതായത് പൂരിപ്പിക്കണം. മിസാൽ ഉദാഹരണത്തിന് ഖറഅ ജാബിറുൻ ജാബിർ വായിച്ചു. ഒരു ഫെയിലും ഒരു ഫായിലും മാത്രമാണ് ഈ സെന്റൻസുകളിൽ ഉള്ളത്. നമ്മൾ ഒന്നുകിൽ ഫെയിൽ പൂരിപ്പിക്കണം അല്ലെങ്കിൽ ഫായിൽ പൂരിപ്പിക്കണം. ഖറഅ എന്നത് ഫെയിലാണ്, ജാബിറുൻ എന്നത് ഫായിലാണ്. ഫിഅൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ഖറഅ ഫെയിൽ, ആ പ്രവൃത്തി ചെയ്തയാളാണ് ഫായിൽ, ജാബിറാണ് ഇവിടെ ഫായിൽ. അതേപോലെ ഒന്നാമത്തത് ശരിബത്ത് ഡാഷ്, അവിടെ ഒരു സ്ത്രീയുടെ പേര് അല്ലെങ്കിൽ പെൺകുട്ടി എന്തെങ്കിലും വെക്കാം. ശരിബത്ത് ഫാത്തിമത്തു ഫാത്തിമ കുടിച്ചു, അല്ലെങ്കിൽ ശരിബത്ത് ബിന്ദുൻ ഒരു പെൺകുട്ടി കുടിച്ചു, അല്ലെങ്കിൽ ശരിബത്ത് താലിബത്തുൻ വിദ്യാർത്ഥിനി കുടിച്ചു, അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാം. രണ്ടാമത്തത് ഡാഷ് അർ റജുലു ഒരു പുരുഷൻ എന്ത് ചെയ്തു? അക്കല തിന്നു, അക്കല റജുലു ഒരു പുരുഷൻ തിന്നു, അല്ലെങ്കിൽ ദഹബ റജുലു ആള് പോയി, ജാ അർ റജുലു ആള് വന്നു, ഏത് ഫീൽ വേണമെങ്കിലും വെക്കാം. മൂന്നാമത്തത് ബാ താജിറു ബാ വിറ്റു, ആരാണ് വിൽക്കുക? കച്ചവടക്കാരനാണ് അല്ലെ. അപ്പൊ ബാ താജിറു കച്ചവടക്കാരൻ വിറ്റു. ഇനി വേണമെങ്കിൽ ബാ റജുലു ഒരാൾ വിറ്റു, അല്ലെങ്കിൽ ബാ മുഹമ്മദൻ മുഹമ്മദ് വിറ്റു, അങ്ങനെ പറയാം, ഏത് എഴുതിയാലും കുഴപ്പമില്ല. 4 കാലൽ മുദരിസു അധ്യാപകൻ പറഞ്ഞു. മുദരിസ് അധ്യാപകൻ, മുദരിസാണ് ഫായില്, ഫെയിൽ വെക്കണം. ഫെയിൽ എന്താണ്? കാല പറഞ്ഞു. ഇനി ഏത് ഫെയിൽ വേണമെങ്കിലും വെക്കാം. ഓക്കെ, കാല അല്ലാതെ ഏത് ഫീൽ വേണമെങ്കിലും വെക്കാം. സമയ അൽ വലതു കുട്ടി കേട്ടു, സമയ കേട്ടു, അൽ വലതു കുട്ടി. ഓക്കെ, ഇനി അതേപോലെ ഫീൽ ഏത് വേണമെങ്കിലും വെക്കാം. അഹ്മർ, ഇനി ഇതിവിടെ കവിത പൂരിപ്പിക്കണം. ഒരു ഇഷാറത്തുൽ മുറൂർ ട്രാഫിക് സിഗ്നലിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു കവിതയാണ്. അഹ്മർ അഹ്മർ ഹാദ അഹ്മർ, ഹാദ അഹ്മർ എന്നെങ്ങനെ മനസ്സിലായി? അതിന്റെ അടിയിലുള്ള വരി നോക്കൂ. ഇങ്ങനെയുള്ള കവിത പൂരിപ്പിക്കാൻ വരുമ്പം ആദ്യം തന്നെ മുഴുവനായിട്ട് വായിക്കണം, എന്നാലാണ് നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഔഖിഫ് ഹാദ ലൗനുൽ അഹ്മർ, ഔഖിഫ് എന്ന് പറഞ്ഞാൽ നിർത്തൂ, ഹാദ ലൗനുൽ അഹ്മർ എന്താണ്? ചുവന്ന നിറമാണ്. അവിടെ നമ്മൾ ഹാദ അഹ്മർ എന്ന് കിട്ടാൻ ഇത് രണ്ട് വരികളായിട്ടാണ് കൊടുത്തത്. രണ്ടാമത്തെ നോക്കൂ, ഒന്നാമത്തെ 2 വരി കഴിഞ്ഞു, ഇനി അടുത്ത 2 വരി അസ്ഫർ അസ്ഫർ ഡാഷ് തഹയ്യ ഹാദ ഡാഷ്, പിന്നെ ഡാഷ് ഹാദ അഹ്ലർ. അപ്പോൾ
ഏറ്റവും മേലെ അഹ്മർ അഹ്മർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തതിൽ അസ്ഫർ അസ്ഫർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തേതിന് അഹ്ലർ അഹ്ലർ എന്നായിരിക്കും. അഹ്ലർ അഹ്ലർ ഹാദ അഹ്ലർ. അതേപോലെ ഹാദ അഹ്ലർ എന്നാണ് ഏറ്റവും മൂന്നാമത്തെ കവിതയിലെ രണ്ടാമത്തെ അവിടെ ഉള്ളത് അല്ലെ. അപ്പോൾ അഹ്മർ അഹ്മർ ഹാദ അഹ്മർ എന്ന് കൊടുക്കുക. ഔക്കിഫ് ഹാദ ലൗനുൽ അഹ്മർ, നിർത്തു. അഹ്മർ ആണെങ്കിൽ എന്താണ്, നിർത്തണം അല്ലെ. ഹാദ ലൗനുൽ അഹ്മർ, ഇത് ചുവന്ന നിറമാണ്, അതുകൊണ്ട് നിർത്തു. രണ്ടാമത്തെ കവിത അസ്ഫർ അസ്ഫർ, മഞ്ഞ മഞ്ഞ. ഹാദ അസ്ഫർ, ഇത് മഞ്ഞയാണ്. തഹയ്യ, തയ്യാറാകൂ. ഹാദ ലൗനുൽ അസ്ഫർ, ഇത് മഞ്ഞ നിറമാണ്, അതുകൊണ്ട് പോകാൻ തയ്യാറാവൂ. അടുത്തത് അഹ്ലർ അഹ്ലർ, പച്ച പച്ച. ഹാദ അഹ്ലർ, ഇത് പച്ച നിറമാണ്. ഫംഷി ഹാദ, അതുകൊണ്ട് ഫംഷി പോകൂ. ഹാദ ലൗനുൽ അഹ്ലർ, ഇത് പച്ച നിറമാണ്, അതുകൊണ്ട് പോകൂ. ഇതാണ് കവിത. ഓക്കെ, ഇത്രയുമാണ് ചോദ്യത്തിലുള്ളത്.